വാട്സ്ആപ്പ് പീപ്പിൾ വെൽക്കം ബാക്ക് ടു അന്തർ വ്ളോഗ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഗ്യാരേജിലാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ഹിമാലയനും ഞങ്ങളുടെ തോർ ഗ്രൂപ്പിലെ ഹിമാലയൻ എല്ലാം ഞങ്ങൾ പണിയണ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ കളമശ്ശേരിക്ക് അടുത്താണ്, മുപ്പത്തറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഈ ഗ്യാരേജ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ എക്സോസ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്ത് റീഫിറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ്. ഹിമാലയൻ്റെ എക്സോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇവിടെ വരെ വന്നേക്കണേ. അപ്പോൾ നമുക്ക് ഷോറൂമിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ കണ്ടോ ഫുൾ ഇത് എൻ്റെ തുമ്പി ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കോലം ഭയങ്കര മോശമാണ്. ഒരു ട്രൈ കൺട്രി പോയി ഇന്നലെ എത്തിയേ ഉള്ളൂ ഈ വണ്ടി. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റാണ് ഞങ്ങൾ ഊരി മാറ്റണേ. അപ്പോൾ ഇതാണ് എക്സോസ്റ്റ്. നമ്മുടെ റോയൽഫീൽഡ് പണ്ട് ഇറക്കിയ ഒരു ഓഫ് റോഡ് എക്സോസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സോസ്റ്റ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോണേ. ഈ എക്സോസ്റ്റ് ഊരാൻ നമ്മൾ ആദ്യം ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഇത് ഊരണം. പിന്നെ ഈ കവറിങ് ഈ രണ്ട് ബോൾട്ട് ഇട്ടിട്ട് ഇവിടെ കവറിങ് ഉണ്ട്, ഈ കവർ ഊരണം. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ചെറിയ സ്ക്രൂ, ഇത് ഊരിയാലാണ് നമ്മുടെ എക്സോസ്റ്റ് പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്കത് ഊരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോൾട്ട് ഊരാം. അത് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ രണ്ട് കവറുണ്ട്, ഈ കവറിൽ രണ്ട് ബോൾട്ട് ഉണ്ട്, അതും നമുക്ക് ഊരണം. അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് വരും പ്ലീസ്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഇതാണ് നമ്മുടെ എക്സോസ്റ്റിനെ പിടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഊരണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് സിമ്പിളായിട്ട് പുറത്തേക്ക് കിട്ടും. ഇതാണ് ഹിമാലയൻ്റെ എക്സോസ്റ്റ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഊരിയിട്ട് ഈ ഓഫ് റോഡ് എക്സോസ്റ്റ് നമ്മൾ ഇതിലേക്ക് കയറ്റും. അപ്പോൾ നമുക്ക് മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സോസ്റ്റ് ഊരി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു പീസ് ഉണ്ട്. ഇത് ശരിക്കും BS4 വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത്. BS3 വണ്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇതിൻ്റെ ടിപ്പ് ഇത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ എക്സോസ്റ്റ് കറക്റ്റ് കയറണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പീസ് ഇതിൻ്റെ അകത്ത് കാണണം. അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് പിന്നെ പഴയ എക്സോസ്റ്റിലുള്ളൊരു പീസാണ്. അതിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ ഊരിയ ആ ഒരു ബോൾട്ടിലുള്ള ക്ലാമ്പാണിത്. ഈ ക്ലാമ്പ് നമ്മൾ ആദ്യം ഇതിലേക്ക് കയറ്റണം, എന്നിട്ട് വേണം നമ്മൾ ഇതിൽ എക്സോസ്റ്റിലേക്ക് കയറ്റാൻ. ഈ ക്ലാമ്പ് നമ്മൾ ഇതിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ ഇവിടേക്ക് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ക്ലാമ്പ് കയറ്റി ഇനി ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ കറക്റ്റ് ആ ഫിറ്റായിരിക്കും. അതിൻ്റെ അകത്ത് ആ പീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് കറക്റ്റ് ഫിറ്റ് ആവണേ. അപ്പോൾ ആദ്യം നമ്മൾ എക്സോസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ബോൾട്ട് ഇവിടുത്തെ ബോൾട്ട് ഇടണം. അപ്പോൾ എക്സോസ്റ്റിന് ആ ഒരു സപ്പോർട്ട് കിട്ടും. ജസ്റ്റ് ആദ്യം കൈവച്ചൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ട് ഇവിടുത്തെ കറക്റ്റ് ഗ്യാപ്പൊക്കെ നോക്കാം. ഈ ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബോൾട്ട് ഇടുക, പിന്നെ തിരിച്ച് നമ്മളെല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ട് അവസാനത്തെ പരിപാടിയാണ് ഈ കവറിങ്, ഈ പ്ലേറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഫിറ്റ് ചെയ്ത എക്സോസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡൺ. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കം ഓൺ. യെസ്, അപ്പോൾ അതായത് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ തുമ്പിനെ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൽ വെച്ചിട്ട് പോവാണ്. അടുത്ത വീഡിയോയിൽ തുമ്പിക്ക് കുറച്ച് മോഡിഫിക്കേഷൻസും കുറച്ച് പാർട്സ് ഞാൻ എക്സ്ട്രാ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോണേ. അപ്പോൾ യെസ്, അതായത് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.